നീ എന്താ ഈ ചെളികളത്തോണ്ട് കുളിക്കുന്നത്? ഞാൻ ഈ റോഡിന്റെ അവസ്ഥകള് വളരെ ദുരിതത്തിലാണ്. കാരണം കാലങ്ങളായിട്ട് ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ്. ഇതിൽ നിരവധി സ്കൂൾക്ക് പോകേണ്ട വിദ്യാർത്ഥികള്, മദ്രസയിലേക്ക് പോകേണ്ട വിദ്യാർത്ഥികൾ, ഈ പരിസര നിവാസികളൊക്കെ ഇത് ചാടി കടന്നിട്ടാണ് പോകേണ്ടത്. ഇത് മാത്രല്ല, മൂച്ചിത്തറയില് അവിടെയും വളരെ ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ടിട്ടാണ് ആളുകള് വഴി നടക്കേണ്ടത്. അപ്പൊ ഇതിനൊരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഇതുവരേക്കും ഉണ്ടായിട്ടില്ല. കാരണം എന്താ വെച്ചാൽ കാലങ്ങളായിട്ട് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, 15 വർഷക്കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫണ്ട് പാസ്സായിട്ടുണ്ട്, ഇതിലൂടെ ബസ് റൂട്ട് വരും എന്ന് പറഞ്ഞിട്ട് ഇതുവരേക്കും അവർ ചെയ്തിട്ടില്ല. ഇത് പ്രതിഷേധിക്കേണ്ടതുണ്ട്. ഇത് ജനങ്ങളുടെ മൊത്തമായിട്ടുള്ള ഒരു പ്രതിഷേധമാണ്. അപ്പൊ അതുകൊണ്ടാണ് നീ ഇങ്ങനെ ഈ ചെളിവെള്ളത്തിൽ കുളിച്ചിട്ട് പ്രതിഷേധിക്കുന്നത്. യുവാക്കള് ഇവരെല്ലാവരും നോക്കണം, ഇവരൊക്കെ പ്രതികരിക്കുമല്ലോ, ഇവരോടൊക്കെ ചോദിച്ചു നോക്കണം ഈ റോഡിന്റെ അവസ്ഥ എന്താണ് എന്നുള്ളത്. ഇത് ഏതാ വാർഡ്? പഴയ 13-ാം വാർഡും ഇപ്പത്തെ പുതിയ നിലവിലുള്ള 15-ാം വാർഡുമാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ ഈ റോഡിനെ കുറിച്ച്? എന്താ നമ്മ റോഡിന്റെ അവസ്ഥ ഇതാണ്. നമ്മൾ കണ്ടില്ല, നിങ്ങൾ ലൈവായിട്ട് നിങ്ങൾ കണ്ടതല്ലോ, നമ്മൾ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ കണ്ടതല്ലേ. അതുപോലെ ഓരോരുത്തർക്കും പ്രതിഷേധം വളരെ മോശമാണ്. ഇപ്പൊ 2 ക്ലബും പൂട്ടി കിടക്കണം, നമ്മളെ ഹോട്ടലും പൂട്ടി കിടക്കണം. ഇപ്പൊ ഇന്ന് ഇവിടെ വണ്ടി പോയിട്ട് വെള്ളം തെറിച്ചിട്ടില്ല. എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തത് വരെ മോശമായിട്ട് പറയില്ല, ചെയ്തിട്ടുണ്ട്. അസർ മെമ്പറായിരുന്നു, അടിപൊളിയായിട്ട് എന്ത് കാര്യവും ചെയ്തത്. ഇല്ലാതെ പറയട്ടെ, ഇവിടെ ആദ്യമായിട്ട് അവസാനമായിട്ട് ആറേത് അഷറഫ് മെമ്പറായിരിക്കുമ്പോഴാണ് അവസാനമായിട്ട് ടാർ ചെയ്ത്. പിന്നെ ഒരു പേച്ചർക്കിന്റെ പണിക്കും കൂടി ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലേ? ഇല്ല. വളരെ മോശമാണ്. അപ്പൊ ഈ റോഡിന്റെ പ്രതിഷേധമാണ് നൌഷാദ് പാടഞ്ചേരി ഇവിടെ കാണിക്കുന്നത്. ഈ ചെളിവെള്ളം എന്താ പറയുന്നത്, ദേഹത്തൂടെ ഒക്കെ ഒഴിച്ചിട്ടാണോ ഈ റോഡിന് വേണ്ടി പ്രതിഷേധിക്കുന്നത്? ഇവിടെ മാത്രല്ലേ നൌഷാദെ? ഇവിടെ മാത്രല്ല, മൂച്ചിത്തറയിൽ വരെ ഉണ്ട്. മൂച്ചിത്തറ ഒരു എന്താ പറയാ ബൗണ്ടറി ലൈൻ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഇല്ല, കാരണം എന്താ വെച്ചാല് മൂച്ചിത്തറ ആ മതിലിന്റെ അതിർത്തിയാണ്. മൂച്ചിത്തറിന്റെ തെന്നല പഞ്ചായത്തിന്റെ അതിർത്തി. അവര് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ തന്നെ ആ റോഡിന്റെ വിഷയത്തില് ഇവിടുത്തെ വാർഡ് മെമ്പറിനോട് വരെ സമീപിച്ചപ്പോ പറഞ്ഞത് അത് തെന്നല പഞ്ചായത്തല്ല, ഒയൂർ പഞ്ചായത്താണ് എന്നുള്ളതാണ്. അതിർത്തി പോലും വേണ്ടമായിട്ടുള്ള രീതിയിൽ അവർക്ക് അറിയില്ല എന്നുള്ളതാണ്. അവർ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു എന്നുള്ളതല്ലാതെ ഇതുവരേക്കും ഇതിനൊരു ശാശ്വത പരിഹാരം ഇതുവരേക്കും കണ്ടിട്ടില്ല.